ഹായ് ഒരുവൺ, ഞാനിപ്പം എൻ്റെ യൂട്യൂബ് ചാനലിൽ ഏകദേശം ഒരു 10 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ 10 വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാൻ പഠിച്ച 3 കാര്യങ്ങളുണ്ട്. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ എന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങളും ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളെയും ഹെൽപ്പ് ചെയ്യും. ഒന്നാമത്തെ കാര്യം, ക്യാമറയോടുള്ള ഒരു ഫിയർ. നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമറയുടെ ഒരു ഫിയർ മാറണമെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ക്യാമറ നോക്കി സംസാരിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ക്യാമറയുള്ള ഒരു ഫിയർ മാറി കിട്ടും. എന്നാൽ മാത്രമേ നമ്മുടെ ബ്രെയിന് അതായിട്ടൊന്ന് പൊരുത്തപ്പെടുള്ളൂ. ഞാൻ മുമ്പ് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടുന്നതിന് മുമ്പ്, വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കണം അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ പറയണം എന്നൊക്കെ ഉണ്ടാവും. പക്ഷെ ക്യാമറ ഓണാക്കി റെക്കോർഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ പിന്നെ എൻ്റെ മൈൻഡ് ഫുള്ള് ബ്ലാങ്ക് ആവും. പിന്നെ എനിക്ക് എന്താണ് പറയേണ്ടത് എന്ന് പോലും ഞാൻ മറന്നിട്ടുണ്ടാവും. ആ സമയത്ത് ഞാൻ ചെയ്തൊരു കാര്യം അത് എന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ ദിവസം എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് 1 മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റൊക്കെ വെറുതെ ക്യാമറ ഓണാക്കി റെക്കോർഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ചെയ്യും, വെറുതെ ഷൂട്ട് ചെയ്യും. അതിപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഞാൻ ദിവസം എന്ത് ചെയ്യും, പ്രാക്ടീസ് ചെയ്യും. ഇങ്ങനെ ചെയ്തതിലൂടെ എനിക്ക് കിട്ടിയൊരു ഉപകാരം എന്ന് വെച്ചാൽ എനിക്ക് ക്യാമറയുടെ ഒരു ഫിയർ മാറിക്കിട്ടുകയും ചെയ്ത് ക്യാമറ ആയിട്ടൊരു കോൺഫിഡൻസ് എനിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ക്യാമറയുടെ ഒരു കോൺഫിഡൻസ് ആണ്. ഈ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്താൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എളുപ്പമായി. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ചാനലിലെ വീഡിയോസിന്റെ വ്യൂവേഴ്സും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണവും നോക്കി തല പുണ്ണാക്കിയിരിക്കുന്നത്. കാരണം നമ്മൾ ഇനീഷ്യലി ഒരു ചാനൽ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ആ കാര്യം എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ പഠിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഒരു 100 അല്ലെങ്കിൽ ഒരു 50 വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ആ സമയത്ത് നമ്മൾ ക്വാളിറ്റിയോ അല്ലെങ്കിൽ പെർഫെക്റ്റോ ആവാൻ നോക്കണ്ട. നമ്മൾ ജസ്റ്റ് ക്വാണ്ടിറ്റി നോക്കിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക. നമ്മളിങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ എന്ത് ചെയ്യും, നമ്മൾ പല കാര്യങ്ങളും അല്ലെങ്കിൽ പല സ്കില്ലും ഇമ്പ്രൂവ് ചെയ്തത് നമുക്ക് കാണാൻ പറ്റും. മൂന്നാമത്തെ കാര്യം, നമുക്ക് മോട്ടിവേഷൻ അല്ല വേണ്ടത്, ഡിസിപ്ലിൻ ആണ്. മോട്ടിവേഷൻ ചിലപ്പോൾ നമ്മൾ ബുക്സോ അല്ലെങ്കിൽ ഇതുപോലെ വേറെ വീഡിയോസ് ഒക്കെ വാച്ച് ചെയ്ത് ചിലപ്പോൾ നമുക്ക് കിട്ടും. മോട്ടിവേഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, 2 അല്ലെങ്കിൽ 3 ദിവസമൊക്കെ ഇങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യും. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ വ്യൂസോ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണോ കാണാത്ത സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ മോട്ടിവേഷൻ മെല്ലെ കുറഞ്ഞിട്ട് നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പോകും. പക്ഷെ നേരെ മറിച്ച് നമ്മളൊരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യും. ആ സമയത്ത് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഞാൻ 10 വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാൻ പഠിച്ച 3 കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ 3 കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ എന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങളും ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളെയും ഹെൽപ്പ് ചെയ്യും. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ്